മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കാവ്യ മാധവന്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ പൾസർ സുനി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. പണം കൈമാറിയതിന്റെ തെളിവുകളടക്കം ലഭിച്ചിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സിബി ചേരുന്നുണ്ട് ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകാനായി. സിബി, ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ മറ്റൊരു വാർത്തയിലേക്ക് കൂടിയാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. പൾസർ സുനി ലക്ഷ്യയിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. എന്താണ് പറയാൻ കഴിയുന്നത്? മനു, തീർച്ചയായും ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവ് തന്നെയാണ് ഈ CCTV ദൃശ്യം. കാരണം കാക്കാട്ടെ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ കാവ്യ മാധവന്റെ ഉടമസ്ഥയുള്ള ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ പൾസർ സുനി എത്തിയിരുന്നു എന്ന നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഈ കാക്കാട്ടെ ഷോപ്പിൽ പോലീസ് എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നും ആ ദിവസങ്ങളിൽ CCTV ക്യാമറ അടക്കമുള്ള പോലീസ് പരിശോധിച്ചിരുന്നു. എന്നാൽ ലക്ഷ്യയിലെ CCTV ക്യാമറ ആ ദിവസങ്ങളിലെ 3 ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ നശിപ്പിച്ചതായി പോലീസ് കണ്ടെടുത്തു. ഇത് തന്നെ പോലീസിന് വലിയ സംശയത്തിന് ഇടയാക്കിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത് സമീപത്തുള്ള മറ്റൊരു കടയിലെ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചപ്പോഴാണ് പൾസർ സുനി ഇവിടെ എത്തി എന്നുള്ള വിവരം പോലീസിനെ മനസ്സിലാക്കുകയും ആ CCTV ദൃശ്യങ്ങളിൽ പൾസർ സുനി പതിയുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ പൾസർ സുനി കാക്കാട്ടെ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തിയെന്ന് പോലീസിന് മനസ്സിലാക്കുകയും ഇത് കേസിൽ നിർണായകമാവുകയും ചെയ്യുകയായിരുന്നു. മാത്രമല്ല, ഇവിടെ വെച്ചാണ് ദിലീപ് 2 ലക്ഷം രൂപയോളം പൾസർ സുനിക്ക് കൈമാറി എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കാക്കാട് ലക്ഷ്യ എന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ പൾസർ സുനി എത്തിയെന്നതിന് കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവും റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ ഒരു ഘടകം തന്നെയായിരുന്നു കാക്കനാട്ടെ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യ. ഇവിടെ എത്തിയതായി കാക്കനാട്ട് ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. താൻ ഒളിവിൽ പോയ സമയത്ത് ഈ കാക്കനാട്ടെ ഷോപ്പിൽ എത്തിയതായി പൾസർ സുനി പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു പോലീസ് കാക്കനാട്ടെ ഷോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നീട്ടുകയും പിന്നീട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ കാവ്യയുടെ ലക്ഷ്യയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഇവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ പരിശോധിക്കുകയും കൂടാതെ ഇവിടെ നിന്നും പണം കൈമാറിയതായി പോലീസിന് വ്യക്തമാവുകയും ചെയ്തു. എന്നാൽ ഇവിടുത്തെ ദൃശ്യങ്ങൾ നശിപ്പിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. ഇത് പ്രധാനമായും അറിയേണ്ടത് മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ പൾസർ സുനി പോലീസിനോട് പറഞ്ഞിരുന്നു ഈ സംഭവം നടക്കുന്നതിന് മുമ്പും സംഭവം നടന്നതിന് ശേഷവും താൻ അവിടെ എത്തിയിരുന്നു എന്ന്. സുനി പറഞ്ഞ ആ സമയത്ത് തന്നെ എത്തിയതിന്റെ ദൃശ്യങ്ങളാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്? തീർച്ചയായും മനു, സുനി പറഞ്ഞ ആ ദിവസങ്ങൾ തന്നെയാണ് ഇവിടെ എത്തിയതായി പോലീസിന് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ആ ദിവസങ്ങളിലെ ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചതും. കാവ്യയുടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ഷോപ്പിലെ CCTV ക്യാമറയിലാണ് ഈ പൾസർ സുനി എത്തിയതായി പോലീസിന് ദൃശ്യങ്ങൾ ലഭിച്ചത്. എന്തായാലും ഇത് തന്നെയാണ് ഈ ദിലീപിന്റെ അറസ്റ്റിലേക്ക് പോകാനുള്ള ഏറ്റവും നിർണായകമായ മറ്റൊരു തെളിവ് കൂടി. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത്. മനു, ഇവിടെ ഈ പണം കൈമാറിയതിന്റെ ഏത് തരത്തിലുള്ള തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്? ഈ സുനി വന്നു എന്ന് പറയപ്പെടുന്ന ദിവസം കണക്കെടുപ്പിൽ അന്നത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു 2.5 ലക്ഷം രൂപയുടെ അവരുടെ വരവിൽപ്പെടാതെ അല്ലെങ്കിൽ വരവ് ചെലവിൽ പെടാതെ 2.5 ലക്ഷം രൂപയുടെ ഒരു കണക്കുണ്ടായിരുന്നു. അതാണോ സുനിക്ക് കൈമാറിയതായി പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്? തീർച്ചയായും ഈ കൊട്ടേഷന് വേണ്ടി 1.5 കോടി രൂപയോളം ദിലീപ് പൾസർ സുനിക്ക് വാഗ്ദാനം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ 2.5 ലക്ഷം രൂപയാണ് അന്ന് ദിലീപ് അന്ന് പൾസർ സുനിക്ക് കൈമാറിയത്. ഈ പണം തന്നെയാണ് അന്നേ ദിവസം കൈമാറിയതെന്നും പോലീസ് എടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി പൾസർ സുനി എത്തുന്നതും പോലീസ് കണ്ടെടുത്തു. ഈ ദിവസം തന്നെയാണ് 2.5 ലക്ഷം രൂപ കൈമാറിയതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, പൾസർ സുനി നിർമ്മിക്കാൻ പോകുന്ന അടുത്ത സിനിമയിൽ ദിലീപ് ഡേറ്റ് നൽകിയിരുന്നെന്നും നമുക്ക് അറിയാൻ കഴിയുന്നു. എന്തായാലും പൾസർ സുനിയും ദിലീപും തമ്മിൽ വളരെയധികം അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന എല്ലാവിധ വാർത്തകളും അല്ലെങ്കിൽ എല്ലാവിധ തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമീപത്തെ കടയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ തന്നെ ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം പോലീസ് സമർപ്പിച്ചിരിക്കുന്നു. ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് കൂടിയാണ് ഇത്. ഇതിനെ തുടർന്ന് തന്നെയാണ് ദിലീപ് കുടുങ്ങിയതും. മനു, സിബി, അതായത് ഈ ലക്ഷ്യയിലെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ല. അത് പരമാവധി 10 ദിവസത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല എന്നൊരു വാദം ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചിരുന്നു.
അത് പോലീസിൽ വളരെയധികം സംശയങ്ങൾ ഉളവാക്കിയിരുന്നു. അതായത് ഈ ദൃശ്യങ്ങൾ നശിപ്പിച്ചിരുന്നു എന്നൊരു സംശയവും പോലീസിനുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇപ്പോൾ ഈ സമീപത്തെ കടകളിലുള്ള അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്? തീർച്ചയായും ഈ കാക്കനാട്ട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ പൾസർ സുനി ആ ദിവസങ്ങളിൽ എത്തിയിരുന്നു എന്ന് പോലീസിന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സുനിയുടെ മൊബൈൽ ടവർ അല്ലെങ്കിൽ കാക്കനാട്ടെ മൊബൈൽ ടവറിൽ പൾസർ സുനി കാക്കനാട് എത്തിയതായി തെളിയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ലക്ഷ്യ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പരിശോധന നടത്തിയത്. ഈ പരിശോധന എന്നാൽ കൃത്യമായി ഈ പൾസർ സുനി എത്തി എന്ന് പറയപ്പെടുന്ന ആ ദിവസങ്ങളിലെ 3 ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നൊരു മറുപടിയാണ് ആ ഷോപ്പിൽ നിന്ന് ലഭിച്ചത്. ഇത് തന്നെ പോലീസിന് വളരെയധികം സംശയത്തിനിടയാക്കി. കൃത്യമായി പൾസർ സുനി എത്തി എന്നതിന് പോലീസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇത് മാറുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് പോലീസ് തൊട്ടടുത്ത ഷോപ്പിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും പൾസർ സുനി ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിയുകയും ചെയ്തിരുന്നത്. കൂടുതൽ അന്വേഷണത്തിൽ അന്നേ ദിവസം തന്നെ 2.5 ലക്ഷം രൂപയോളം അന്ന് ഈ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടന്നതായും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇത് തന്നെ പൾസർ സുനി അവിടെ എത്തിയിരുന്നെന്നും കൂടാതെ ഇവിടെയാണ് ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ നൽകി എന്നാണ് പൾസർ സുനി പോലീസിന് മൊഴി നൽകിയിരുന്നത്. നേരത്തെ ഇവ നശിപ്പിക്കപ്പെട്ടു. ഇവിടെ പോലീസിന് സംശയം ഉളവാക്കിയ കാര്യം, അതായത് മിക്ക CCTVകളിലും ഒരു പക്ഷേ 10-15 ദിവസത്തെ ദൃശ്യങ്ങളായിരിക്കും ശേഖരിക്കാൻ കഴിയുക. പക്ഷേ അതിലെ ദൃശ്യങ്ങൾ നശിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് വേണമെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് അത് റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. ഇവിടെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അതായത് ഈ ദൃശ്യങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് ആ പരിശോധനയാണോ? തീർച്ചയായും ഈ പരിശോധന തന്നെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യം ആ പൾസർ സുനി എത്തിയെന്ന് പോലീസ് സംശയിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സ്ഥിരീകരിച്ച ആ 3 ദിവസങ്ങളിലെ കൃത്യം വിഷ്വൽസ് അവിടെ ഇല്ല എന്ന ഷോപ്പ് ഉടമ പറയുമ്പോൾ തന്നെ അവിടെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു പോലീസിന്. കൃത്യമായി പൾസർ സുനി എത്തിയെന്ന് പോലീസിന് വിവരം ലഭിച്ചു. മൊബൈൽ ടവർ ലൊക്കേഷനിൽ പൾസർ സുനി അവിടെ എത്തി എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചു. ഇത് തുടർന്നാണ് തൊട്ടടുത്ത സമീപത്തെ ഷോപ്പിൽ പോലീസ് അന്വേഷിക്കേണ്ടി വന്നത്. എന്തായാലും ഈ കേസിലെ നിർണായകമായ ഘടകമാവുന്ന ഈ തെളിവുകൾ ഒരുപക്ഷെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ പ്രതികൾ മനഃപൂർവ്വം നശിപ്പിച്ചാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്തു. ഇത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് തൊട്ടടുത്ത ഷോപ്പിലേക്കുള്ള സഹായവും പോലീസ് തേടിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് വലയിൽ ഈ CCTV ദൃശ്യങ്ങൾ കുടുങ്ങിയതോടെ പോലീസ് വലയിൽ ദിലീപ് കുടുങ്ങിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞ ഇതുമായി യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ കാക്കനാട് ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ തന്നെ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇത് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൊട്ടടുത്ത CCTV ക്യാമറയിൽ പതിഞ്ഞ സാഹചര്യത്തിൽ ഇത് ദിലീപിന് സമ്മതിക്കേണ്ടി വന്നു. പൾസർ സുനി അവിടെ എത്തിയിരുന്നെന്നും അന്നേ ദിവസം 2.5 ലക്ഷം രൂപ നൽകിയിരുന്നതായും ദിലീപ് സമ്മതിച്ചായാണ് വിവരം. എന്തായാലും ഈ വ്യാപാര സ്ഥാപനം എന്നുള്ളത് ഈ കേസിൽ ആദ്യം മുതൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘടകമായിരുന്നു. ഈ മെമ്മറി കാർഡ്, ഈ നടിയെ അപമാനിക്കുന്ന മെമ്മറി കാർഡ് ഉൾപ്പെടെ ഈ വ്യാപാര സ്ഥാപനത്തിലാണ് നൽകിയതെന്നാണ് പൾസർ സുനി പറഞ്ഞത്. എന്തായാലും ഈ മെമ്മറി കാർഡ് അവിടെ നിന്നും പോലീസിന് ലഭിച്ചതായാണ് വിവരം. ഇവിടെ നിന്നാണ് ഈ മെമ്മറി കാർഡില് ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചതായിട്ടാണ് വിവരം. എന്തായാലും ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിന് വളരെ വലിയൊരു ഘടകം തന്നെയുണ്ട്. ഇങ്ങോട്ടേക്കാണ് പൾസർ സുനി ഒളിവിൽ പോയ സമയത്ത് ഒരു ദിവസം ഇവിടെ എത്തുകയും പോലീസിനെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന ഒളിവിൽ പോയ സമയത്ത് ഇവിടെ എത്തിയത് കൃത്യമായി ദിലീപിനെ ബന്ധപ്പെടാൻ വേണ്ടിയായിരുന്നു. കാവ്യയുടെ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ ഈ പൾസർ സുനി എത്തിയത്. എന്നാൽ പൾസർ സുനിക്ക് അവിടെ നിന്നും വേണ്ടത്ര സഹായം ലഭിച്ചില്ല. 2 ലക്ഷം രൂപ മാത്രം ലഭിച്ച് പൾസർ സുനി അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്. ദിലീപിനെ കുറിച്ച് തിരക്കിയപ്പോൾ ദിലീപ് വീട്ടിലാണെന്ന മറുപടിയാണ് ആ ഷോപ്പിൽ നിന്ന് ലഭിച്ചത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് നേരത്തെ അറിഞ്ഞിരുന്നു. മാത്രമല്ല കാക്കനാട് ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ കത്തിലും ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. ഈ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ഈ കാക്കനാട് ഷോപ്പിലേക്ക് എത്തിച്ചത്. ഈ പൾസർ സുനി അവിടെ എത്തി മെമ്മറി കാർഡ് കൈമാറി 2.5 ലക്ഷം രൂപ നൽകി എന്ന് ദിലീപ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ ദിലീപിനപ്പുറത്തേക്ക് മറ്റ് ആളുകൾക്ക് കൂടി അറിയാമായിരുന്നു എന്ന സൂചനകൾ കൂടിയല്ലേ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത്? ആ രീതിയിലുള്ള അന്വേഷണങ്ങളായിരിക്കില്ല അങ്ങനെയെങ്കിൽ ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ ദിലീപിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം അടക്കം നടക്കാൻ പോകുന്നത്?
തീർച്ചയായും മനു, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ് മാത്രമല്ല, ദിലീപിനെ പിന്തുണച്ചവർ, ദിലീപിനെ സഹായിക്കുന്നവരെല്ലാം തന്നെ കുടുങ്ങും. കാരണം ഈ ലക്ഷ്യ എന്ന സ്ഥാപനം തന്നെ നടി കാവ്യ മാധവൻ, അല്ലെ ദിലീപിന്റെ ഭാര്യയായ നടി കാവ്യ മാധവന്റെ അമ്മയുടെയും പേരിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെയും പോലീസ് ഒരുപക്ഷെ ചോദ്യം ചെയ്തിരിക്കാം. എന്തായാലും നമുക്ക് ഇവരെ രഹസ്യമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാകാം ഈ അറസ്റ്റ് രേഖപ്പെടുത്തി. കാരണം എല്ലാവരെയും ദിലീപുമായി ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്ത് കൃത്യമായ ഒരു തെളിവ് ശേഖരണം നടത്തിയതിനു ശേഷമാണ് ഈ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ തുടർന്ന് നടി കാവ്യ മാധവനിലേക്കും അതോടൊപ്പം തന്നെ ഈ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി, അതുപോലെ തന്നെ നാദൃഷ അടക്കമുള്ളവരിലേക്കെല്ലാം ഈ അന്വേഷണം നീളും. വരും മണിക്കൂറുകളിൽ ഇവരെയും കസ്റ്റഡിയിലെടുക്കാനും ഒരുപക്ഷെ അറസ്റ്റ് വരെ രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. കാരണം കുറ്റം ചെയ്യുന്നപ്പോൾ തന്നെ കുറ്റക്കാരെ സഹായിക്കുന്നത് വളരെ വലിയൊരു കൃത്യം തന്നെയാണ്. അതുകൊണ്ട് ഇവരും ഇനിയുള്ള മണിക്കൂറുകളിൽ കുടുങ്ങും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടി കാവ്യ മാധവനും അതോടൊപ്പം തന്നെ കാവ്യ മാധവന്റെ അമ്മ ഉൾപ്പെടെയുള്ളവരും പ്രതിപ്പട്ടിയിലേക്ക് വരാവുന്ന ഒരു സാഹചര്യമാണ് ഈ ലക്ഷ്യ എന്ന സ്ഥാപനം ഈ കേസിൽ നിർണായകമാകുമ്പോൾ തന്നെ ഉണ്ടാകാൻ പോകുന്നത്. മനു, തീർച്ചയായിട്ടും സിബി, വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ട്. ഒരുപക്ഷെ സിബി, മറ്റൊന്നുകൂടിയുണ്ട്. അന്ന് അവിടെ ജോലിയിലുണ്ടായിരുന്ന പല ആളുകളും, ഈ പൾസർ സുനി വന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ ജോലിയിലുണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ അവിടെ ഇല്ല. അവരെയൊക്കെ മാറ്റിയിരിക്കുന്നു. അതായത് കരുതിക്കൂട്ടി ഇതിന്റെ പുറകിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവുകൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു. ഈ ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും മനു, പോലീസ് ഈ കാര്യത്തിൽ വളരെ രഹസ്യ സ്വഭാവം വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഒരു പ്രതി പുറത്ത്, അല്ലെങ്കിൽ എല്ലാ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും പ്രതി നടക്കുമ്പോഴും പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിരുന്നു ആരാണ് പ്രതി എന്നുള്ളത്. ഇത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ മാത്രമാണ് പോലീസിന് വേണ്ടിയിരുന്നത്. അതിനെ തുടർന്നുള്ള അന്വേഷണമായിരുന്നു പോലീസ് വ്യാപകമാക്കിയതും വളരെ എല്ലാ രീതിക്കും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ അന്വേഷണം വ്യാപകമാക്കിയതും. അതേ തുടർന്ന് ഒരേ സമയം തന്നെ നടി കാവ്യ മാധവന്റെ ലക്ഷ്യയിൽ റെയ്ഡ് നടത്തുന്നു. അതേസമയം തന്നെ ആലുവ പോലീസ് ക്ലബിൽ ദിലീപിനെയും നാദൃഷയും അടക്കമുള്ള, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളെയും സിനിമാക്കാരെയും അതോടൊപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉൾപ്പെട്ടവരെയും അങ്ങനെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. മറുവശത്ത് പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മറ്റൊരു സ്ഥലത്ത് ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും ഒരേ സമയത്ത് അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട്, എല്ലാ രീതിയിലുള്ള പഴുതുകൾ അടച്ചുകൊണ്ട്, എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങിയത്. ഈ ഒരു കൃത്യതയോടുള്ള അന്വേഷണമാണ്, അല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തോടുള്ള അന്വേഷണമാണ് എന്തായാലും ഇത്രയും വലിയൊരു മലയാളത്തിലെ ജനപ്രിയ നായകൻ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ദിലീപിനെ പോലുള്ള നടനെ, അതും സഹപ്രവർത്തകയെ ഇത്തരത്തിൽ ക്രൂരമായി അപമാനിച്ച ഒരു കേസിൽ അറസ്റ്റിലാവുന്നത്. എന്തായാലും കേസിലെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് തീർത്തും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം, സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് ഒരു പൊന്തൂവൽ. ഈ കേസിലെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഈ അന്വേഷിച്ചെന്ന് പറയാൻ കഴിയും. സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡ് പോലും ഒരു മാധ്യമങ്ങൾ പോലും അറിഞ്ഞിരുന്നില്ല. എല്ലാ മാധ്യമങ്ങളും തുറന്ന കണ്ണുകളോടെ നമ്മൾ ഉൾപ്പെടെ നടന്നിട്ട് പോലും പോലീസ് വളരെ രഹസ്യ സ്വഭാവത്തോടെ ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ പിന്നീടാണ് ഈ സ്ഥാപനത്തിലുള്ള പല ജീവനക്കാരും അവിടെ നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. മാത്രമല്ല ഈ സമയങ്ങളിൽ ദിലീപ് ഉൾപ്പെടെ, അല്ലെങ്കിൽ നാദൃഷ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ മൊഴികൾ തന്നെ ഭയങ്കര വൈരുദ്ധ്യമുണ്ടായിരുന്നു. പൾസർ സുനി അയച്ചു എന്ന് പറയുന്ന കത്തിലെ കാര്യങ്ങളും ദിലീപിന്റെ മൊഴി തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം പോലീസ് കൂട്ടി വായിച്ചപ്പോഴാണ് ഈ കേസിൽ ഒരു വൻ സ്രാവുകൾ തന്നെ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ഗൂഢാലോചനയിൽ പോലീസ് ഒരു വ്യാപകമായ അന്വേഷണം നടത്തുകയും ചെയ്ത്. ഇത് തന്നെയാണ് ഇപ്പോൾ നടൻ ദിലീപ് അടക്കമുള്ളവർ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദൃഷയും അതുപോലെ തന്നെ മാനേജർ അപ്പുണ്ണിയും അടക്കമുള്ളവർ ഇനിയും ഈ പോലീസിൽ ഉടൻ തന്നെ കസ്റ്റഡിയിലാവുകയും അറസ്റ്റിലാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപ് മാത്രമല്ല മറ്റു പലർക്കും പങ്കുണ്ട്. കുറ്റം ചെയ്തവരെയും കുറ്റത്തിന് ചെയ്തതിനു ശേഷം സഹായിച്ചവരെല്ലാം തന്നെ ഈ കേസിൽ ഉൾപ്പെടും. ആ ഒരു വരും മണിക്കൂർ തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരും. പോലീസ് അന്വേഷണം എത്രയും പെട്ടെന്ന് ഊർജ്ജമാക്കുകയും ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേർ ഇനി കസ്റ്റഡിയിലാകുമെന്ന് തന്നെ നമുക്ക് സൂചന. മനു, ശരി, ഞാൻ വരാം സിബി. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് അറിയേണ്ടതുണ്ടായിരുന്നു.